ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോ ആണ് ജാസ്മിനും ഗബ്രിയും. ഈ സൗഹൃദത്തിനെതിരെ വലിയ വിമർശനമാണ് ഹൗസിനകത്തും പുറത്തും ഉയർന്നത്. ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള ഗെയിം മാത്രമായിരുന്നു ഇരുവരുടെയും കൂട്ടുകെട്ട് എന്നായിരുന്നു പലരും കുറ്റപ്പെടുത്തിയത്. ഷോ കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമെന്നും ചിലർ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങളെല്ലാം തള്ളി ഹൗസിന് പുറത്തും വളരെ നല്ല സൗഹൃദം പുലർത്തുകയാണ് ജാസ്മിനും ഗബ്രിയും. തങ്ങൾ പരസ്പരം വിളിക്കാറുണ്ടെന്നും സൗഹൃദം പങ്കിടാറുണ്ടെന്നും ജാസ്മിനും ഗബ്രിയും വ്യക്തമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവമായി തന്നെ ഇടപെടാറുണ്ട്. പരസ്പരം വിളിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഷോയ്ക്ക് ശേഷം ഇരുവരും ആരാധകർക്ക് മുമ്പിൽ ഒരുമിച്ച് എത്താത്തത് എന്നായിരുന്നു. ഷോ കഴിഞ്ഞ് ജാസ്മിന് റസ്മിനൊപ്പം മാത്രമാണ് പ്രേക്ഷകർ കണ്ടത്. ഗബ്രിയാകട്ടെ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകൾ അടിച്ചുപൊളിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുടെ പരിഭവം മാറ്റിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും. ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമല്ല പ്രേക്ഷകരോടായി മറ്റൊരു സന്തോഷ വാർത്ത പങ്കിടുകയും ചെയ്തു. തങ്ങൾ ഇരുവരും ഒരുമിച്ച് പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുമെന്നായിരുന്നു അത്. ഇത്രയും നാൾ കാത്തിരുന്നത് ഈ നിമിഷത്തിനാണെന്നും രണ്ടുപേരും ഇനിയും ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. വിമർശകർ ഈ കൂടിച്ചേരൽ എങ്ങനെ സഹിക്കുമെന്നുള്ള കമൻറ്റുകളും ചിലർ കുറിച്ചിരുന്നു. ചിലരുടെ ചോദ്യം ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരോടുള്ള പ്രതികാരമാണോ അതോ മറുപടിയോ എന്നായിരുന്നു. ഈ ചോദ്യത്തിന് ഗബ്രി തന്നെ മറുപടി നൽകിയാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനലുകളോടാണ് ഗബ്രിയുടെ പ്രതികരണം. ഇത് ആർക്കുമുള്ള മറുപടിയല്ല. നമുക്ക് ജീവിച്ചു പോകാനുള്ള അവസരങ്ങൾ ദൈവമായിട്ട് തരുമ്പോൾ നമ്മളത് വിട്ടുകളയില്ല, അത്രയുള്ളൂ. നെഗറ്റീവ് പരിപാടികൾ അധികം എടുക്കാതിരിക്കുക എന്നേയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഉദ്ഘാടനം എനിക്ക് പേടിയുള്ള പരിപാടിയാണ്. ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. നോക്കാം എങ്ങനെ പോകുന്നു എന്ന്. നല്ല പ്രൊജക്റ്റുകളും അവസരങ്ങളും രണ്ടുപേർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന, താരം വ്യക്തമാക്കി.